നമസ്കാരം. ജെസ്സി ടോക്സിൽ ഇന്നൊരു അതിഥിയുണ്ട്. എഴുത്തുകാരിയായ ഹണി ഭാസ്കറാണ് നമുക്കൊപ്പം ചേരുന്നത്. ഹണി, സ്വാഗതം. നമസ്കാരം. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരുപാട് തുറന്നെഴുത്തുകൾ വരുന്നൊരു സമയമാണ് സ്ത്രീകളുടെ തന്നെ. അത്തരം തുറന്നെഴുത്തുകൾ അതിൻ്റെ അതേ അവകാശത്തോടു കൂടി അല്ലെങ്കിൽ അതേ ഒരു അർഹതയോടു കൂടി അംഗീകരിക്കപ്പെടുന്നുണ്ടോ സമൂഹത്തിൽ? തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ്. ഇപ്പം റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള സോഷ്യൽ മീഡിയ ത്രൂ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തുറന്നെഴുത്തുകളൊക്കെ വളരെ മോശമായ രീതിയിൽ അത് എഴുതുന്ന ആളുകളെ ആക്രമിക്കുന്നുണ്ട്. അത് പലപ്പോഴും സ്ലട്ട് ഷേമിങ്ങിലേക്കും ഒക്കെ മാറിപ്പോകുന്നുമുണ്ട്. അങ്ങനെ ഉള്ള ആക്രമണങ്ങളുടെ പേരിൽ എഴുത്ത് തന്നെ നിർത്തിപ്പോയ എത്രയോ സ്ത്രീകളെ നമുക്ക് തന്നെ അറിയാം. ഞാനൊക്കെ ഈ രൂപത്തിൽ ഇഷ്ടം പോലെ ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള ഇപ്പോഴും നേരിടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ തുറന്നെഴുത്തുകൾക്ക് നമ്മുടെ ഒരു സദാചാര സമൂഹത്തിൽ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഈവൻ ലാസ്റ്റ് വന്നിരിക്കുന്ന ഇഷ്യൂ ശ്രീലക്ഷ്മി അറക്കൽ എഴുതിയ ഒരു പോസ്റ്റ് തന്നെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പുരുഷൻ പറയുന്ന അതേ കാര്യം സ്ത്രീ തുറന്ന് പറയുമ്പോഴത്തേക്ക് അത് എത്രമാത്രം മോശമായ രീതിയിലാണ് ചിത്രീകരിക്കപ്പെടുന്നത് എന്നുള്ളത് ആ ഒരൊറ്റ എക്സാമ്പിൾ എടുത്താൽ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻറ്റിൽ നിന്ന് നമുക്കത് വ്യക്തമാവുന്നതാണ്. ഒരു നവോത്ഥാന കാലഘട്ടത്തിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കനകദുർഗയും ബിന്ദുവുമായിട്ട് വനിതാ ദിനത്തിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ബിന്ദു പറഞ്ഞത് വധഭീഷണിയുണ്ട്, എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം എന്നാണ്. കനകദുർഗയും അതേ അഭിപ്രായം തന്നെ പറയുന്നു. എപ്പോഴും വധഭീഷണിയുണ്ട്, ഇപ്പോൾ നിലവിലില്ല, കാരണം അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നവർ പറയുന്നു. അപ്പോൾ സ്ത്രീകൾ സുരക്ഷിതരാകണം, അങ്ങനെയുള്ളൊരു സമൂഹമാണ് നമ്മുടേതെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെന്നല്ല ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്? സ്ത്രീകൾക്ക് അത്ര കണ്ട് അനുകൂലമല്ലാത്ത ഒരു സമൂഹമാണ് നമ്മുടേതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പം ഭരണഘടന അനുശാസിക്കുന്ന അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന ഒരു ഇതിൻ്റെ പേരിൽ തന്നെ രണ്ടല്ല അതിൽ കൂടുതൽ ആൾക്കാർ അവിടെ ശബരിമലയിൽ പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ പോലും നമ്മൾ എത്ര മോശമായിട്ടുള്ള രീതിയിലാണ് അവരെ ആക്രമിക്കുന്നത്. അവരുടെ ജീവന് തന്നെ ഭീഷണി നേരിടുന്ന രീതിയിലേക്ക് ആക്രമണം മാറി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ആക്രമണം എന്ന് പറഞ്ഞപ്പോഴാണ് അത് പലപ്പോഴും ബോഡി ഷെയ്മിങ്ങിലേക്ക് ഇരിക്കുകയാണ്. ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ വിഷയം ഹണി പറഞ്ഞു. ശ്രീലക്ഷ്മി ആണെങ്കിലും കനകദുർഗയാണെങ്കിലും ബിന്ദു ആണെങ്കിലും ഒക്കെ അതൊരു ബോഡി ഷെയ്മിങ് രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നൊരു കാലം കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇത് നമ്മൾ സ്ത്രീകൾ എന്ന് മാധവിക്കുട്ടീൻ്റെ കേസിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആളുകൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവും തോന്നുന്നു. തുറന്നെഴുത്തിൽ നമ്മളെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു എഴുത്തുകാരി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാധവിക്കുട്ടി തന്നെയാണ്. അവരൊക്കെ ആ കാലത്ത് കേരളത്തെ മടുത്തു എന്ന് പറഞ്ഞിട്ട് കേരളം വിട്ടുപോയ ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ആക്രമണം കൊണ്ട് തന്നെ. അപ്പം ഈ കനകദുർഗ അല്ലെങ്കിൽ ബിന്ദു എന്നൊക്കെ പറയുന്നത് നമുക്ക് അവരുടെ പിന്തുടർച്ചയായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. നിശബ്ദരായി കൊണ്ട് ഒരിക്കലും പുരോഗമനം സാധ്യമല്ല. നവോത്ഥാനം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇതിനെയൊക്കെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ സ്ലട്ട് ഷേമിംഗ് ഒക്കെ ഒരുപാട് നടത്തുന്നുണ്ടെങ്കിലും ഇതിനെ ഒന്നും മുന്നേയൊക്കെ അത്തരത്തിലുള്ള ഒരു ചീത്തപ്പേര് ഫേസ്ബുക്ക് ത്രൂ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ വല്ലാണ്ട് ഭയന്നോടുന്ന സ്ത്രീകളായിരുന്നു. ഇപ്പം നമുക്ക് മനസ്സിലായി പ്രതികരിക്കുന്ന എല്ലാ സ്ത്രീകളും ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതൊരു നല്ല സൂചനയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ കാര്യം പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവരുടെ ഈ സ്വകാര്യതകളിലേക്ക്, അതായത് അവർ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം അവരെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ നിയമപരമായിട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ പലപ്പോഴും ഹണിക്ക് തോന്നിയിട്ടുണ്ടോ അന്യൻ്റെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞുനോട്ടം നടത്തുന്നവരാണ് മലയാളികൾ? അത് ശ്രീലക്ഷ്മി സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെയുള്ളൊരു താല്പര്യം മലയാളികൾക്ക് എപ്പോഴും ഉണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴും? അത് മാത്രമാണ്, അതിനാണ് പ്രയോറിറ്റി. നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് അതിൽ മാത്രമാണ് പ്രയോറിറ്റി. അവനവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവനവനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 100 പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിലേക്ക് ഫോക്കസ്ഡ് ആവാൻ അവർക്കൊന്നും താല്പര്യമില്ല. അതിന് പകരം സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് പേഴ്സൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി നമ്മളോളം വേറെ ആർക്കും ഇല്ല. ഇപ്പം അത് നമ്മളുള്ള പുറത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാനിപ്പം വിദേശത്താണ് എങ്കിൽ പോലും മലയാളികൾ കൂടെയുള്ള മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പം അവരുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പം ഈവൻ ആ ഒരു പ്രൊഫഷനെ പോലും അത്തരത്തിലുള്ള ഈ ഒരു സ്വഭാവം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ടാലൻറ്റിനേക്കാൾ അപ്പുറം നമ്മുടെ പേഴ്സണൽ ലൈഫ് ചോദ്യം ചെയ്യപ്പെടുകയും നമ്മൾ ടാർഗറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഒരു അപജയം തന്നെയാണ്. കാരണം മലയാളികൾ കൂടുതൽ ഉള്ളിടത്താണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത്. ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ളത് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടല്ലേ? എപ്പോഴും നമ്മളുടെ കൂട്ടത്തിൽ ലിംഗസമത്വം എന്നുള്ളത് ഒട്ടും നമ്മളതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അത്ര കണ്ടത് മുന്നോട്ട് വന്നിട്ടില്ല. പക്ഷെ ഇപ്പം കുറച്ച് കാലമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി അല്ലെ, അവർക്ക് കരിയർ വൈസ് ആയിട്ട് അവർക്ക് കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട്
സ്ത്രീകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അതിനെയൊന്നും നമ്മൾ സ്വപ്നം കാണുന്ന ഒരു കാലമായിരുന്നു കുറച്ച് കാലം മുന്നേ വരെ. പക്ഷേ ഇപ്പോൾ കുറച്ച് ഫാസ്റ്റ് മൂവിങ് ആയിട്ട് അത്തരം മാറ്റങ്ങൾ കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ ഫൈറ്റ് ചെയ്ത് ആളുകളുടെ ചീത്തവിളികൾ കേട്ട് ആക്രമണങ്ങൾ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇത് സാധ്യമാവുന്നത് എന്നുള്ളതാണ്. നമ്മൾ നിശബ്ദരായിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും സാധ്യമാവാത്ത ഒന്നുമാണ്. അതിനിടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, എഴുത്ത് നിർത്തണമെന്ന് അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ ഒരു ആക്രമണമൊക്കെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ച് അങ്ങനെ എന്നെ തച്ച് തകർക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഞാൻ അതിനെയൊക്കെ മറികടന്ന് വന്നിട്ടുള്ള ആളാണ്. കാരണം നമ്മൾ ഒരുപാട് ബിറ്റർ എക്സ്പീരിയൻസിലൂടെ എൻ്റെ ചൈൽഡ്ഹുഡ് ആയാലും ഒക്കെ അങ്ങനെ അത്ര നല്ലതായിരുന്നില്ല, അത്ര സന്തോഷമുള്ള ഒരു കുട്ടിക്കാലമൊന്നും ആയിരുന്നില്ല എൻ്റെ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ ഇങ്ങനെ ഹഡിൽസ് നമ്മൾ ഓവർകം ചെയ്ത് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ധൈര്യമുണ്ട്. എവിടെങ്കിലും അതിപ്പോൾ വീണു പോയാലും ഞാൻ വീഴാൻ പാടില്ല എന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്നെ തന്നെ എനിക്ക് ബോധ്യപ്പെടുത്താനും മുന്നോട്ട് നീന്താനും എനിക്ക് സാധിക്കാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊന്നും എന്നെ ഒരു ചീത്തപ്പേര് വിളിച്ചിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ആക്രമിച്ചിട്ടോ, കായികമായിട്ടിപ്പോൾ ആർക്കും ആരെ ആക്രമിക്കാൻ പറ്റും, അതിനപ്പുറത്തേക്ക് നമ്മളെ ഒരു മോശമായിട്ടുള്ള പേര് വിളിച്ചിട്ട് സോഷ്യൽ മീഡിയ വഴി ഒരു പോസ്റ്റ് ഇട്ടിട്ടൊന്നും എന്നെ പിന്നോട്ട് നടത്തിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് സാധ്യമല്ല. പിന്നെ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നുള്ളത് എനിക്ക് ചിലപ്പം വരാറുണ്ട്. അതൊരിക്കലും ഇത്തരത്തിലുള്ള ചീത്തവിളികൾ കൊണ്ട് ഉണ്ടാവുന്നതല്ല. അത് സ്വാഭാവികമായിട്ടും ആസ് എ റൈറ്റർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു മൂഡ് സ്വിങ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാനൊന്ന് ബാക്കോട്ട് പോകും. ആ ഒരു സൈലൻസ് എപ്പോഴും എൻ്റെ ക്രിയേറ്റിവിറ്റീനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളൂ. അതെപ്പോഴും നല്ലതുമാണ് എനിക്ക്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. തിരക്കിനിടയിലും ജെസ്സി ടോക്സിൽ അതിഥിയായി എത്തിയതിന് നന്ദി ഹണി. ജാതിൻ്റെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും നിറത്തിൻ്റെ പേരിൽ സാമ്പത്തിക അസമത്വത്തിൻ്റെ പേരിലൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പം അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദ്യം മുന്നോട്ട് നടക്കേണ്ടത് നമ്മൾ സ്ത്രീകൾ തന്നെയാണെന്ന് കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അത്തരമൊരു കാലത്തെ സ്വപ്നം കണ്ടുകൊണ്ട് നിർത്തുകയാണ്. ഈ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അതായത് തളർന്നു പോകേണ്ടവരല്ല ഒരിക്കലും സ്ത്രീകൾ. തളർന്നു പോയാൽ വീണെടുത്ത് നിന്നും ഉയർത്തെഴുന്നേറ്റ് കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് കുതിക്കുക എന്ന് മാത്രമേ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളൂ. നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച വാർത്തകളും കാണാൻ ആഗ്രഹിക്കുന്ന വിശേഷങ്ങളുമായി വീണ്ടും ഞാനെത്തും. ജസിത സഞ്ജിത്ത് സൈനിങ് ഓഫ് ഫ്രം ജെസ്സി ടോക്സ്.